കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് സിപിഎം കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവും കോർപ്പറേഷൻ 6-ാം വാർഡിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയുമായ ടി.എസ്. ഷിംജിത്ത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ തവണ വാർഡിൽ ചെയ്യാനായി. ചേതൻ സാജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് കോർപ്പറേഷൻ 6-ാം വാർഡ് കുണ്ടുപറമ്പ് വാർഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്നോടൊപ്പം LDFിൻ്റെ സ്ഥാനാർത്ഥിയായ ടി.എസ്. ഷിംജിത്താണ് നമ്മുടെ കൂടെ ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേരുന്നത്. നമുക്ക് നേരിട്ട് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം വിശേഷങ്ങൾ. എങ്ങനെ പോകുന്നു പര്യടനമൊക്കെ? പര്യടനം ആരംഭിച്ചിട്ടിപ്പോൾ ഒരാഴ്ചയായാണ്. ഒരാഴ്ചയെ സമയത്ത് വീടുകളിലേക്ക് പോകുന്ന സമയത്ത് പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളും അതിന് ചുവട് വെച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. 2015 മുതൽ 2020 വരെ ഈ വാർഡിനകത്ത് കൗൺസിലറായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു പരിചയവും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഘടകങ്ങളും വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. തുടർച്ചയായി കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ വാർഡിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ വാർഡിനകത്ത് സമഗ്രമായ വികസന പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ക്ഷേമ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതിനൊരു തുടർച്ച ഉണ്ടാകണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ജനങ്ങളുടെ വികാരം. ഇത്തവണ ജോലി കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം ഒരു പിടി വികസന നേട്ടങ്ങൾ പറയാനുണ്ടല്ലോ. അതെ, ഇത്തവണ നന്നായി ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ ഈ വാർഡിനകത്ത് നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. ഒരു വീടിനകത്ത് പോലും നമ്മൾ വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ എല്ലാം പൊതുവായ അഭിപ്രായം. അമ്മ ഇവിടുത്തെ വോട്ടറല്ലേ, എന്താ സ്ഥാനാർത്ഥി പറ്റി എന്താ പറയാനുള്ളത്? ഇവരെ സുനിതയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണുള്ളത്. കഴിഞ്ഞ ഇതിൽ സ്ഥാനാർത്ഥിയ സമയത്ത് പല സഹായങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പാർട്ടി വേറെ ആണെങ്കിലും പക്ഷേ സഹകരണം ഇവിടെ മൂപ്പരോടാണ്. പാർട്ടി ഒന്നും നോക്കാറില്ല, എല്ലാവരും അങ്ങ് സഹായിക്കുമല്ലോ. എല്ലാവരുമായിട്ട് എനിക്കതാണ്. പക്ഷേ എനിക്ക് എല്ലാ സഹായങ്ങളും മൂപ്പരെ ഭാഗത്തുനിന്നുണ്ടായി. ഇനിയും മൂപ്പര് ഈ രംഗത്തേക്ക് 6-ാം വാർഡിൻ്റെ കൗൺസിലറായി വരണം എന്നുള്ള ജയിച്ചു വരണം എന്നുള്ള ആഗ്രഹമാണ്. ക്യാമറമാൻ RK ഫിറോസിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.